പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും മനോഹരമായ ഒരു യാത്ര ബൈബിളിലൂടെ നടത്താൻ നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 332 ദിവസം. ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 11, 1 കൊരിന്തോസ് അധ്യായങ്ങൾ 3, 4, സുഭാഷിതങ്ങൾ അധ്യായം 27 വാക്യങ്ങൾ 23 മുതൽ 27 വരെ. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ അധ്യായം 11. പത്രോസിൻ്റെ ന്യായവാദം. ജനതകളും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂദയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു. തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിച്ഛേദിതർ അവനെ വിമർശിച്ചു. അവർ ചോദിച്ചു, അപരിച്ഛേദിതരുടെ അടുക്കൽ നീ പോകുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തതെന്തുകൊണ്ട്? പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദമാക്കാൻ തുടങ്ങി. ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് ഭക്തി പാരവശ്യത്തിൽ ഒരു ദർശനമുണ്ടായി. സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ എന്തോ ഒന്ന് 4 കോണിലും പിടിച്ചിറക്കുന്നത് ഞാൻ കണ്ടു. അതെൻ്റെ അടുത്ത് വന്നു. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു. എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു, പത്രോസെ, എഴുന്നേൽക്കുക, നീ ഇവയെ കൊന്നു ഭക്ഷിക്കുക. ഞാൻ പറഞ്ഞു, ഒരിക്കലുമില്ല കർത്താവേ, ഹീനമോ അശുദ്ധമോ ആയതൊന്നും ഒരിക്കലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല. സ്വർഗത്തിൽ നിന്ന് ആ സ്വരം രണ്ടാമതും മറുപടി പറഞ്ഞു, ദൈവം വിശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് കരുതരുത്. 3 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു. പിന്നീട് എല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു. കേസറിയായിൽ നിന്ന് എൻ്റെ അടുത്തേക്ക് അയക്കപ്പെട്ടിരുന്ന 3 പേർ പെട്ടെന്ന് ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി. സന്ദേഹം കൂടാതെ അവരോടൊപ്പം പോകാൻ ആത്മാവ് എന്നോട് പറഞ്ഞു. ഈ 6 സഹോദരന്മാരും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ അയാളുടെ വീട്ടിൽ പ്രവേശിച്ചു. അയാൾ ഞങ്ങളെ അറിയിച്ചു, തൻ്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടു. അവൻ പറഞ്ഞു, യോപ്പായിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോനെ വരുത്തുക. നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടാനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് ആവസിച്ചു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു. യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങൾക്കാകട്ടെ പരിശുദ്ധാത്മാവാൽ സ്നാനം നൽകപ്പെടും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഇത് കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജനതകൾക്കും ജീവനിലേക്കുള്ള മാനസാന്തരം ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. സഭ അന്ത്യോക്യയിൽ. സ്തേഫാനോസിനെ സംബന്ധിച്ചുണ്ടായ പീഡന നിമിത്തം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ, സൈപ്രസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല. അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും സൈറീനിൽ നിന്നുമുള്ള ചിലരുണ്ടായിരുന്നു. അവർ അന്ത്യോക്യയിൽ വന്നപ്പോൾ ഗ്രീക്കുകാരെയും കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കരം അവരോട് കൂടെയുണ്ടായിരുന്നു. വലിയൊരു ജനക്കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അവരെക്കുറിച്ചുള്ള ഈ വാർത്ത ജെറുസലേമിലുള്ള സഭയുടെ കാതുകളിലെത്തി. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ അവിടെ എത്തി ദൈവത്തിൻ്റെ കൃപ കണ്ട് സന്തോഷിക്കുകയും കർത്താവിനോട് വിശ്വസ്തരായി സ്ഥിരചിത്തരായി നിലകൊള്ളാൻ സകലരെയും ഉപദേശിക്കുകയും ചെയ്തു. എന്തെന്നാൽ അവൻ നല്ലവനും പരിശുദ്ധാത്മാവാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വലിയ ജനക്കൂട്ടം കർത്താവിനോട് ചേർക്കപ്പെട്ടു. സാവൂളിനെ അന്വേഷിച്ച് അവൻ താർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയപ്പോൾ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. 1 വർഷം മുഴുവൻ അവർ ആ സഭയിൽ ഒന്നിച്ചുകൂടുകയും വലിയ ജനക്കൂട്ടത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് അറിയപ്പെട്ടത്. ആ നാളുകളിൽ പ്രവാചകന്മാർ ജെറുസലേമിൽ നിന്ന് അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ ഹാഗാബോസ് എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമമുണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിലൂടെ അറിയിച്ചു. ക്ലൗദിയൂസിൻ്റെ ഭരണകാലത്ത് ഇതുണ്ടായി. ശിഷ്യർ ഓരോരുത്തരും താന്താങ്ങളുടെ കഴിവനുസരിച്ച് യൂദയായിൽ താമസിച്ചിരുന്ന സഹോദരർക്ക് സഹായം അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ബർന്നബാസും സാവൂളും വഴി അത് ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു. 1 കൊരിന്തോസ് അധ്യായം 3. പക്വത പ്രാപിക്കാത്തവർ. സഹോദരരെ, ആത്മീയ മനുഷ്യരോടെന്ന പോലെയല്ല എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത്. പിന്നെയോ ലൗകിക മനുഷ്യരോടെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളോടെന്ന പോലെയാണ്. ഞാൻ നിങ്ങൾക്ക് തന്നത് പാലാണ്, കട്ടിയായ ഭക്ഷണമല്ല. കാരണം നിങ്ങൾ അതിന് പ്രാപ്തരായിരുന്നില്ല.
ഇപ്പോഴും നിങ്ങളതിന് പ്രാപ്തരല്ല. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡികരാണ്. നിങ്ങളുടെ ഇടയിൽ അസൂയയും കലഹവുമുള്ളതിനാൽ നിങ്ങൾ ജഡികരല്ലേ? മാനുഷികമായിട്ടല്ലേ നിങ്ങൾ നടക്കുന്നത്? ഞാൻ പൗലോസിൻ്റെ ആളാണെന്നൊരുവനും ഞാൻ അപ്പൊള്ളോസിൻ്റെ ആളാണെന്ന് മറ്റൊരുവനും പറയുമ്പോൾ നിങ്ങൾ വെറും മനുഷ്യരല്ലേ? ശുശ്രൂഷകരുടെ സ്ഥാനം. ആരാണ് അപ്പൊള്ളോസ്? ആരാണ് പൗലോസ്? കർത്താവ് ഓരോരുത്തർക്കും കൊടുത്തതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ദാസന്മാർ. ഞാൻ നട്ടു, അപ്പൊള്ളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ ഒന്നുമല്ല, മറിച്ച് വളർത്തുന്ന ദൈവമാണ് എല്ലാം. നടുന്നവനും നനയ്ക്കുന്നവനും ഒരേപോലെയാണ്. ഓരോരുത്തരും അവനവൻ്റെ പ്രയത്നത്തിനനുസൃതമായ പ്രതിഫലം ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. ദൈവത്തിൻ്റെ വയലും ദൈവത്തിൻ്റെ ഭവനവുമാണ് നിങ്ങൾ. ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് വിദഗ്ധനായ ശില്പിയെപ്പോലെ ഞാൻ അടിസ്ഥാനമിട്ടു. മറ്റൊരുവൻ പണിതുയർത്തുന്നു. ഓരോരുത്തരും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ. കാരണം യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനമിടാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആര് പണിതാലും ഓരോരുത്തൻ്റെയും പണി പരസ്യമാകും. കാരണം ആ ദിവസം അത് വ്യക്തമാകും. എന്തെന്നാൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തൻ്റെയും പണി എപ്രകാരമെന്ന് അഗ്നി തെളിയിക്കും. ഒരുവൻ ചെയ്ത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവന് നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്ന പോലെ അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിയില്ലേ? ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അവനെ ദൈവവും നശിപ്പിക്കും. കാരണം ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങളാണ്. യഥാർത്ഥ ജ്ഞാനം. ആരും ആത്മവഞ്ചന നടത്താതിരിക്കട്ടെ. നിങ്ങളിൽ ആരെങ്കിലും ഈ യുഗത്തിൽ ജ്ഞാനിയാണെന്ന് കരുതുന്നെങ്കിൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് സ്വയം ഭോഷനാകട്ടെ. കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. എന്തെന്നാൽ എഴുതപ്പെട്ടിരിക്കുന്നു, ജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നവനാണ് അവിടുന്ന്. വീണ്ടും ജ്ഞാനികളുടെ ആലോചനകൾ വ്യർത്ഥമാണെന്ന് കർത്താവ് അറിയുന്നു. അതിനാൽ ആരും മനുഷ്യരിൽ ആത്മപ്രശംസ ചെയ്യാതിരിക്കട്ടെ. കാരണം എല്ലാം നിങ്ങളുടേതാണ്. പൗലോസോ അപ്പോളോസോ കേപ്പായോ ലോകമോ ജീവനോ മരണമോ ഇപ്പോഴുള്ളവയോ വരാനിരിക്കുന്നവയോ എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെയും ക്രിസ്തു ദൈവത്തിൻ്റെയും. 1 കൊരിന്തോസ് അധ്യായം 4. ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർ. ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദൈവത്തിൻ്റെ രഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായി ഏവരും ഞങ്ങളെ കരുതട്ടെ. കൂടാതെ വിശ്വസ്തരായി കാണപ്പെടുക എന്നതാണ് കാര്യസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളോ മനുഷ്യരുടെ ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അതെനിക്ക് തീർത്തും നിസ്സാരമായ കാര്യമാണ്. ഞാനോ എന്നെ തന്നെ വിചാരണ ചെയ്യുന്നില്ല. എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല. എങ്കിലും ഇതിനാൽ ഞാൻ നീതിമൽക്കരിക്കപ്പെടുന്നില്ല. എന്തെന്നാൽ കർത്താവാണ് എന്നെ വിധിക്കുന്നത്. അതിനാൽ നിശ്ചിത സമയത്തിനു മുൻപ് കർത്താവ് വരുന്നതുവരെ ഒന്നിനെയും വിധിക്കരുത്. അവൻ അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നവ പ്രകാശിപ്പിക്കുന്നവനും ഹൃദയങ്ങളുടെ ആലോചനകൾ വ്യക്തമാക്കുന്നവനുമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രശംസ ലഭിക്കും. സഹോദരരെ, ഇക്കാര്യങ്ങളിൽ എന്നെയും അപ്പോളോസിനെയും ഞാൻ ഉദാഹരണമാക്കിയത് നിങ്ങളെ പ്രതിയാണ്. എഴുതപ്പെട്ടിരിക്കുന്നതിനപ്പുറമാകരുതെന്ന് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കാനും ഒരാൾ മറ്റൊരാളുടെ പക്ഷം പിടിച്ച് അവരനെതിരായി അഹങ്കരിക്കാതിരിക്കാനുമാണിത്. ആരാണ് നിനക്ക് മേന്മ അനുവദിക്കുന്നത്? നീ സ്വീകരിച്ചിട്ടില്ലാത്തതായി നിനക്കെന്താണുള്ളത്? നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ സ്വീകരിച്ചിട്ടില്ലാത്ത പോലെ നീ ആത്മപ്രശംസ ചെയ്യുന്നതെന്തിന്? നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വേണ്ടതെല്ലാം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിപ്പോൾ തന്നെ സമ്പന്നരായി തീർന്നിരിക്കുന്നു. ഞങ്ങളെ കൂടാതെ നിങ്ങൾ രാജാക്കന്മാരായി. നിങ്ങളോടൊപ്പം ഞങ്ങളും രാജാക്കന്മാരാകേണ്ടതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ ഭരണം നടത്തിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മരണത്തിന് വിധിക്കപ്പെട്ടവരെ പോലെ അപ്പസ്തോലന്മാരായ ഞങ്ങളെ അവസാനക്കാരായാണ് ദൈവം പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ലോകത്തിന്, മാലാഖമാർക്കും മനുഷ്യർക്കും ഞങ്ങൾ കാഴ്ചവസ്തുവായി തീർന്നിരിക്കുന്നു. ഞങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഭോഷന്മാർ, നിങ്ങളാകട്ടെ ക്രിസ്തുവിൽ ജ്ഞാനികൾ. ഞങ്ങൾ ബലഹീനർ, നിങ്ങളോ ശക്തർ. നിങ്ങൾ ബഹുമാനിതർ, ഞങ്ങളോ അപമാനിതർ. ഈ സമയം വരെ ഞങ്ങൾ വിശന്നും ദാഹിച്ചും നഗ്നത സഹിച്ചും മർദ്ദനമേറ്റും ഭവനരാഹിത്യം അനുഭവിച്ചും കഴിയുന്നു. ഞങ്ങളുടെ സ്വന്തം കൈകളാൽ കഠിനാധ്വാനം ചെയ്യുന്നു. നിന്ദിക്കപ്പെടുമ്പോൾ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ സഹിക്കുന്നു. അപവാദത്തിനിരയാകുമ്പോൾ ഞങ്ങൾ സൗമ്യമായി സംസാരിക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ ലോകത്തിൻ്റെ മാലിന്യം പോലെ, എല്ലാറ്റിൻ്റെയും ഉച്ഛിഷ്ടം പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഞാനിത് എഴുതുന്നത് നിങ്ങളെ ലജ്ജിപ്പിക്കാനല്ല, മറിച്ച് എൻ്റെ വത്സല മക്കളെപ്പോലെ ഉപദേശിക്കാനാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 പരിശീലകർ ഉണ്ടായിരിക്കാമെങ്കിലും പിതാക്കന്മാർ അധികമില്ല.
സുവിശേഷം വഴി യേശുക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് പിതാവായി. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അനുകർത്താക്കളാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവനും വിശ്വസ്തപുത്രനുമായ തിമോഥെയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത് ഇക്കാരണത്താലാണ്. എല്ലായിടത്തുമുള്ള എല്ലാ സഭകളിലും ഞാൻ പഠിപ്പിക്കുന്ന പോലെ ക്രിസ്തുവിലുള്ള എൻ്റെ മാർഗങ്ങൾ അവൻ നിങ്ങളെ അനുസ്മരിപ്പിക്കും. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല എന്ന് കരുതി നിങ്ങളിൽ ചിലർ അഹങ്കരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് തിരുമനസ്സായാൽ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ അടുത്തെത്തും. അപ്പോൾ ആ അഹങ്കാരികളുടെ വീരവാദമല്ല, ശക്തി ഞാൻ മനസ്സിലാക്കും. കാരണം ദൈവരാജ്യം വാക്കിലല്ല, മറിച്ച് ശക്തിയിലാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഞാൻ വടിയുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ സൗമ്യതയുടെ ചൈതന്യത്തിൽ സ്നേഹത്തോടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതോ? സുഭാഷിതങ്ങൾ അധ്യായം 27, വാക്യങ്ങൾ 23 മുതൽ 27 വരെ. നിന്റെ അജഗണത്തിൻ്റെ അവസ്ഥ നന്നായി അറിഞ്ഞിരിക്കുക. പറ്റങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്കുമുള്ളതല്ല, തലമുറ തലമുറയായി കിരീടമുണ്ടോ? പുല്ല് അപ്രത്യക്ഷമാവുകയും പുതുസസ്യം പ്രത്യക്ഷമാവുകയും ചെയ്യുമ്പോൾ കുന്നുകളിലെ പച്ചക്കറികൾ ശേഖരിക്കപ്പെടും. നിന്റെ വസ്ത്രത്തിന് ചെമ്മരിയാടുകളും നിലത്തിൻ്റെ വിലയായി കോലാടുകളും ഉണ്ടായിരിക്കും. നിനക്ക് ഭക്ഷണത്തിനും നിന്റെ കുടുംബത്തിന് ആഹാരത്തിനുമായി വേണ്ടത്ര ആട്ടിൻപാലും നിന്റെ ഭൃത്യകൾക്ക് ഉപജീവനവും. സ്നേഹപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിനും സ്നേഹത്തിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലാണ് മതിയാവുക. വിശുദ്ധ പത്രോസിനെ പ്രതി, വിശുദ്ധ പൗലോസിനെ പ്രതി, ബർണബാസിനെ പ്രതി എല്ലാം കർത്താവേ, അപ്പസ്തോലന്മാരെ അങ്ങ് ഞങ്ങൾക്ക് തന്നതിനെ പ്രതി എല്ലാം ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. അവരെ പോലെ ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന എല്ലാറ്റിനോടും എപ്പോഴും അതേ എന്ന് സമ്മതം പറയുവാൻ, ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് എപ്പോഴും അങ്ങയുടെ തിരുഹിതത്തോട് പ്രത്യുത്തരിക്കാൻ, അങ്ങ് ഈ ലോകത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് എപ്പോഴും അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന് തിരിച്ചറിയാൻ കർത്താവ് എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ അങ്ങേക്കുള്ള ഒരു ആമേൻ, ഒരു സമ്മതമായി മാറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, 332 ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പത്രോസ് അപ്പസ്തോലൻ കൊർന്നേലിയൂസിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ സ്വാഭാവികമായും പരിച്ഛേദനവാദികൾ, യഹൂദരുടെ ഇടയിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ചവരിലെ കൺസർവേറ്റീവായ യാഥാസ്ഥിതികരായ ആളുകൾ വിജാതീയരുടെ ഒപ്പം പോയതിനെക്കുറിച്ചും അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചതിനെക്കുറിച്ചും വിശുദ്ധ പത്രോസ്ലീഹായെ വിമർശിക്കുന്ന ഭാഗമാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് അദ്ദേഹം വിമർശനങ്ങളെ നേരിട്ടത്? അദ്ദേഹം സൗമ്യമായി, ശാന്തമായി എല്ലാ കാര്യങ്ങളും അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയാണ്. ഇത് അപ്പസ്തോലനായ പത്രോസിൻ്റെ ജീവിതത്തിലെ മനോഹരമായ ഒരു ഭാവമാണ്. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് നിങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന എല്ലാവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കട്ടെ. അദ്ദേഹം അങ്ങനെയാണ് അത് വിശദീകരിക്കുന്നത്. ശാന്തതയോടെയും ബഹുമാനത്തോടെയും, ആരെയും മുറിപ്പെടുത്താതെ അദ്ദേഹം സംഭവിച്ചത് എന്താണെന്ന് ആദ്യന്തം വിശദമായി അവർക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ സഭയിൽ ഉയർന്നു വന്ന ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ശാന്തമായും സൗമ്യമായും കാര്യങ്ങളെ വിശദീകരിക്കാനുള്ള ഒരു പക്വതയും ഒരവധാനതയും നമുക്ക് ഉണ്ടായാൽ നമുക്കിടയിലെ അനേകം കാര്യങ്ങൾ, അനേകം പ്രതിസന്ധികൾ ഒരു കലാപത്തിലേക്ക് പോകാതെ ഇരുന്നേനെ എന്ന് പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. തിരുസഭ അന്ത്യോക്യയിലേക്ക് പ്രചരിക്കുന്നതാണ് അടുത്ത വായനാഭാഗം. സാവൂള് മതപീഡനം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ചിതറിപ്പോയ വിശ്വാസികൾ സൈപ്രസിലും അന്ത്യോക്യയിലുമൊക്കെ എത്തിച്ചേരുന്നു. അവരവിടെ അവരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. അങ്ങനെ അന്ത്യോക്യയിൽ വിശ്വാസികളുടെ ശക്തമായൊരു സമൂഹം രൂപപ്പെടുന്നു. ഈ അന്ത്യോക്യയിൽ വെച്ചാണ് യേശുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത്. നമ്മൾ ബൈബിളിൻ്റെ വായനാ പദ്ധതി തുടർന്ന് വന്നപ്പോൾ നമ്മൾ കണ്ട ഒരു കഥാപാത്രമാണ് അന്തിയോക്കസ് എപ്പിഫാനസ്. ഇസ്രായേലിനെ, ദൈവമക്കളെ വളരെയധികം ഞെരുക്കിയ പീഡിപ്പിച്ച അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ തലസ്ഥാന നഗരമായിരുന്നു അന്ത്യോക്യ.
ഈ അന്ത്യോക്യയിൽ വെച്ചാണ് യേശുവിൻ്റെ അനുയായികൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ പ്രതീകമായ അന്തിയോക്കസ് എപ്പിഫാനസിൻ്റെ അതേ മണ്ണിലാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം ഇവിടെ ദൈവം നട്ടു വളർത്തുന്നത്. ഒരു കാലത്ത് നമ്മെ എതിർക്കുന്നവർ, ഒരു കാലത്ത് നമ്മുടെ നാശം ആഗ്രഹിച്ച് കൽപ്പിച്ച് കാത്തിരിക്കുന്നവർ ഒക്കെ കാലാന്തരത്തിൽ സുവിശേഷത്തിൻ്റെ ശക്തമായ അധീനതയ്ക്ക്, ആധിപത്യത്തിന് കീഴ്പ്പെടും എന്ന്, അധീനരാവും എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന മനോഹരമായൊരു ഭാഗമാണ് ഇത്. ബാർണബാസിനെ സംബന്ധിക്കുന്ന ചില സൂചനകളും അദ്ദേഹത്തിൻ്റെ നന്മകൾ നമ്മളിവിടെ കാണുകയാണ്. പ്രധാനമായും അദ്ദേഹം സാവൂളിനെ തിരഞ്ഞ് താർസൂസിലേക്ക് പോവുകയാണ്. അദ്ദേഹം താർസൂസിൽ വെച്ച് സാവൂളിനെ, പൗലോസിനെ കണ്ടുമുട്ടുന്നു. അപ്പോഴേക്കും 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ 10 വർഷങ്ങളിൽ പൗലോസ് പുലർത്തിയ ഒരു വിശ്വസ്തതയാണ് അദ്ദേഹത്തിന് അംഗീകാരമില്ലാതിരുന്നപ്പോൾ, ആരും അദ്ദേഹത്തെ കരുതാതിരുന്നപ്പോൾ, അദ്ദേഹം നേതൃത്വ നിരയിൽ നിന്ന് പരോക്ഷമായെങ്കിലും ഒരു തിരസ്കാരം നേരിട്ടപ്പോൾ, അദ്ദേഹത്തെ സംരക്ഷിച്ച് കൂടെ നിർത്താൻ അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷികളോ ഉപകാരികളോ അഭ്യുദയകാംക്ഷികളോ ആയി ആരുമില്ലാതിരുന്നപ്പോൾ, അദ്ദേഹം താർസൂസിലും പരിസര പ്രദേശങ്ങളിലും സുവിശേഷം പ്രസംഗിച്ചും അറേബ്യയിൽ പോയി വചനം ധ്യാനിച്ചും അദ്ദേഹം തൻ്റെ വിശ്വസ്തതയിൽ നിലനിന്നതിൻ്റെ അനുഗ്രഹവും ദൈവം കൊടുത്ത കൃപയുമായിരുന്നു പിന്നീട് വിശുദ്ധ പൗലോസിൻ്റെ ശക്തമായ സുവിശേഷ ശുശ്രൂഷ. അദ്ദേഹം സാവൂളിനെ, പൗലോസിനെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇനി നമ്മൾ കാണുന്നത് അന്ത്യോക്യ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ ഇടവകപ്പള്ളി പോലെ, മാതൃസഭ പോലെ ആവുകയാണ്. ഓരോ മിഷണറി യാത്ര കഴിഞ്ഞും അദ്ദേഹം അന്ത്യോക്യയിലേക്ക് മടങ്ങിയെത്തുന്നതും അവിടെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ പിന്നീട് നമ്മൾ വായിക്കും. കൊരിന്തോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷകരുടെ സ്ഥാനം, അവരെല്ലാവരും തന്നെ യേശുക്രിസ്തുവെന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്താൻ വിളിക്കപ്പെട്ടവരാണ് എന്നതാണ് അദ്ദേഹം കൊരിന്തോസ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം. അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. മറ്റൊരടിസ്ഥാനം ഇടാൻ ആർക്കും കഴിയില്ല. എല്ലാ ശുശ്രൂഷകരും ഈ അടിസ്ഥാനത്തിന്മേലാണ് പണിതുയർത്തുന്നത്. ഓരോരുത്തരും എപ്രകാരമാണ് പണിയുന്നതെന്ന് വിധി ദിനത്തിൽ അഗ്നിയിലൂടെ കടന്നു പോകുമ്പോൾ വ്യക്തമാകും. പർഗേറ്ററിയെ സംബന്ധിക്കുന്ന, ശുദ്ധീകരണ സ്ഥലത്തെ സംബന്ധിക്കുന്ന വാക്യങ്ങളായി ഈ അഗ്നിയിലൂടെ എന്ന വിധം രക്ഷ പ്രാപിക്കും എന്ന ഭാഗത്തെ വാക്യങ്ങളെ സഭാപിതാക്കന്മാർ പലപ്പോഴും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഈ ജീവിതത്തിൽ കെട്ടിപ്പൊക്കിയത്, പണിതുയർത്തിയത് ഏത് പദാർത്ഥങ്ങൾ കൊണ്ടാണ്, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് എന്ന് അഗ്നി തെളിയിക്കുന്ന, അഗ്നിയിലൂടെ കടന്നുപോയി ശുദ്ധീകരിക്കപ്പെടുന്ന അവസ്ഥയുടെ പേരാണ് ശുദ്ധീകരണ സ്ഥലം. ഏതാണ് നശിക്കുക, ഏതാണ് നിലനിൽക്കുക എന്ന് അഗ്നി തെളിയിക്കും. നിലനിൽക്കുന്ന നിർമ്മിതികൾ ഉണ്ടാകാൻ, നശിച്ചു പോകാത്ത നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സൂക്ഷിക്കാൻ, ഈ ലോകത്തിൽ പുഴുവും കീടങ്ങളും നശിപ്പിക്കുന്നതും തുരുമ്പെടുക്കുന്നതുമായ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കാതിരിക്കാൻ, ആത്മീയമായി വളരാൻ, സുഹൃതങ്ങളിലും പുണ്യങ്ങളിലും അഭിവൃദ്ധി പ്രാപിക്കാൻ ഓരോ ദിവസവും ഒരു വിശ്വാസി എന്ന നിലയിൽ നമുക്കൊരു സജീവമായ അധ്വാനം ആവശ്യമുണ്ട്. നിങ്ങളുടെ ഈ ദിവസത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നാളെ വീണ്ടും ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അറിയണം, ഞാൻ ഡാനിയേലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ വീണ്ടും ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.